സകലത്തിൻ്റെയും സ്രഷ്ടാവായ അത്യുന്നത ദൈവത്തിന് നമുക്കെല്ലാ സ്തുതിയും മഹത്വവും നൽകാം. അവിടുത്തെ പദ്ധതി അനുസരിച്ച് നമുക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന അത്യുന്നതനായ ദൈവം തൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും ഫലം സ്വീകരിക്കാനായി പരിശീലിപ്പിച്ച് ഒരുക്കുന്ന ദൈവത്തിൻ്റെ ഓരോ മക്കൾക്കും ഇപ്പോൾ നന്ദിയോടെ ദൈവതിരുസനിലായിരുന്നുകൊണ്ട് എല്ലാം മഹത്വവും അവിടുത്തേക്ക് നൽകാം. അവിടുത്തെ അതിപരിശുദ്ധമായ നാമത്തിന് എല്ലാ സ്തുതിയും മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ള അതിപ്രധാനമായ താക്കീതിൻ്റെ ഒരു വചനമാണ് 1 തെസ്സലോനിക്ക 5:20. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. വളരെ ചെറിയ ഒരു ദൈവവചനം. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു താക്കീത് നൽകാൻ കാരണം, അങ്ങനെ പ്രവചനങ്ങളെ നിന്ദിക്കുന്ന മനുഷ്യരുണ്ടാകും, പ്രവചനങ്ങൾ നിന്ദിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടാകും, പ്രവചനങ്ങളെ നിന്ദിക്കാൻ സാത്താൻ മനുഷ്യരെ പ്രലോഭിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കൾക്കുമായി ദൈവത്തിൻ്റെ ആത്മാവ് താക്കീതോടെ പറഞ്ഞിരിക്കുന്നു, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രവചനം? ദൈവപിതാവ് അവിടുത്തെ മക്കളോട് സംസാരിക്കുന്നതാണ് അവിടുത്തെ വാക്കുകളും പ്രവചനങ്ങൾ. അപ്പോൾ എന്തിനാണ് ദൈവം പ്രവചനം നടത്തുന്നത്? നമ്മൾ ദൈവവചനം പരിശോധിച്ചാൽ 4 വിധത്തിൽ ദൈവം മക്കളോട് സംസാരിച്ചിട്ടുള്ളതായി നമുക്ക് കാണാം. ഗബ്രിയേൽ ദൂതൻ വഴി പ്രവാചകരിലൂടെ ദൈവം സംസാരിച്ചു, പ്രവചനങ്ങൾ നടത്തി. അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തു വഴി ദൈവം സംസാരിച്ചു, പ്രവചനങ്ങൾ നടത്തി. അവിടുത്തെ പുത്രി പരിശുദ്ധ ജ്ഞാനം വഴി ദൈവം സംസാരിച്ചു, പ്രവചനങ്ങൾ നടത്തി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴി അപ്പസ്തോലന്മാരിലൂടെ അവിടുന്ന് സംസാരിച്ചു, പ്രവചനങ്ങൾ നടത്തി. അപ്പോൾ എല്ലാ വചനങ്ങളും ആത്യന്തികമായി, എല്ലാ പ്രവചനങ്ങളും ആത്യന്തികമായി ദൈവപിതാവിൽ നിന്നുള്ളതാണ്. അവയെല്ലാം സത്യവുമാണ്. അപ്പോൾ ഈ നൽകപ്പെട്ട പ്രവചനങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളിലൂടെ എഴുതി സൂക്ഷിച്ചത്. അത് യഥാർത്ഥത്തിൽ ഈ പ്രവചനങ്ങളുടെ ഗുണഭോക്താക്കൾ ആരാണോ, അഥവാ ആരെ പ്രതിയാണോ, ആർക്ക് വേണ്ടിയാണോ ദൈവം എല്ലാ പ്രവചനങ്ങളും നടത്തിയത്, ആ ദൈവമക്കൾക്ക് അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രയോജനപ്പെടാൻ വേണ്ടി, ലഭ്യമാകാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി സൂക്ഷിച്ചതാണ് കർത്താവിൻ്റെ ഗ്രന്ഥം. അപ്പോൾ എന്തിനാണ് ദൈവം പ്രവചനങ്ങൾ നൽകുന്നത്? പ്രിയപ്പെട്ടവരെ, സകലത്തിൻ്റെയും നിയന്താവായ സ്രഷ്ടാവായ ദൈവം അവിടുത്തെ അനന്തമായ ജ്ഞാനത്താലും നീതിയാലും സ്നേഹത്താലും നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ മക്കളോട്, ഈ പ്രവചനങ്ങളുടെ ഗുണഭോക്താക്കളോട് മുൻകൂട്ടി പറയുന്നതാണ് അവിടുത്തെ പ്രവചനങ്ങൾ ഓരോരുത്തരും. അവിടുത്തെ പ്രവചനങ്ങൾ ഓരോന്നും അപ്പോൾ യഥാകാലം പൂർത്തിയാകാനുള്ള ദൈവത്തിൻ്റെ വാക്കുകൾ. അതിന് ദൈവസന്നിധിയിൽ ദൈവത്തിന് അനേക ഉദ്ദേശ ലക്ഷ്യങ്ങളും, പ്രവചനങ്ങൾ ദൈവം നൽകുന്നതിന് ഉദ്ദേശങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ്. എന്നാൽ സാത്താനാൽ വഞ്ചിതനായ മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നിന്ന് ലോകത്തിലേക്ക് പുറത്താക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് സാത്താനെ, അവൻ്റെ കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവനെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി, അങ്ങനെ ദൈവഹിതപ്രകാരം എല്ലാം പൂർത്തിയാക്കപ്പെടുന്നതിന് വേണ്ടി ദൈവമക്കൾക്ക് ജീവിതത്തിൽ യഥാർത്ഥ ദിശാബോധവും അർത്ഥവും ലക്ഷ്യവും നൽകുന്നതിന് വേണ്ടി, അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധിയും മഹത്വവും വെളിപ്പെടുന്നതിന് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി
പ്രവചനങ്ങൾ നൽകി. അപ്പോൾ ഈ പ്രവചനങ്ങൾ പറഞ്ഞിരിക്കുന്നതെല്ലാം യഥാകാലം പൂർത്തിയാകുമ്പോഴാണ് ഈ പ്രവചനങ്ങൾ നൽകിയ ദൈവത്തിൻ്റെ പരിശുദ്ധിയും മഹത്വവും മക്കളോടുള്ള അവിടുത്തെ സ്നേഹത്തിൻ്റെ തീവ്രതയുമൊക്കെ ദൈവമക്കൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവമാണ് സകലത്തിൻ്റെയും നിയന്താവ്. അവിടുന്ന് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത് പോലെ മാത്രമാണ് നടക്കുന്നത്. മനുഷ്യൻ ഒരുപക്ഷെ വിചാരിക്കും തങ്ങളെ ബുദ്ധിശക്തി കൊണ്ട്, കഴിവുകൊണ്ട് തങ്ങളാണ് ലോകത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ തങ്ങളുടെ ഭാവി തങ്ങളുടെ കയ്യിലാണ് എന്ന് മനുഷ്യൻ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ ദൈവം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതത്രേ. ആ തീരുമാനമാണ് അവിടുന്ന് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന ദൈവീക പ്രവചനങ്ങൾ. പ്രഭാഷകൻ 39:16-21. ഈ എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഈ എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇനി സാത്താൻ എന്തെങ്കിലും ചെയ്തു എന്ന് അവകാശപ്പെട്ടാലും അത് ദൈവം അനുവദിച്ചത് കൊണ്ട് മാത്രമാണ്. നീതിമാനായ നല്ലവനായ ദൈവത്തിന് അതിന് പുറകിൽ, അങ്ങനെ അനുവദിച്ചതിന് പുറകിൽ ദൈവമക്കൾക്ക് വേണ്ടിയുള്ള ഒരു നന്മ കരുതിയിട്ടുണ്ട്. കാരണം ദൈവം, അത്യുന്നതനായ പിതാവ് നല്ലവനാണ്. അപ്പോൾ എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അവയെല്ലാം അത്യുത്തമമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഓരോ വാക്കും, ആ വാക്കിലൂടെ പൂർത്തിയാകുന്ന ഓരോ പ്രവൃത്തിയും അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. അപ്പോൾ ദൈവം കൽപ്പിച്ചിട്ടുള്ളതാണ്, ദൈവം പ്രവചിച്ചിട്ടുള്ളതാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്, ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. അപ്പോൾ ഇത് വെളിവാകുന്ന കാലത്ത് മാത്രമാണ് ദൈവത്തിൻ്റെ വാക്കുകളുടെ, പ്രവചനങ്ങളുടെ യാഥാർത്ഥ്യം, സത്യം, ശ്രേഷ്ഠത നാം തിരിച്ചറിയുള്ളൂ. അതിനു മുമ്പ് അത് വിശ്വാസത്താൽ കണ്ട് ഈ പ്രവചനങ്ങളെ സ്നേഹിക്കാൻ കഴിയണം. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. മർത്യൻ്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്നൊന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തേക്ക് ഒന്നും വിസ്മയകരമല്ല, കാരണം എല്ലാം അവിടുന്ന് മുൻകൂട്ടി തീരുമാനിച്ചതാണ്. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിതോപയോഗത്തിനാണ്. അപ്പോൾ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവായ ദൈവം നിശ്ചിത ഉപയോഗത്തിനായി സൃഷ്ടിക്കപ്പെട്ടവ എന്ത് ലക്ഷ്യത്തോടെയാണോ അതെല്ലാം ദൈവം സൃഷ്ടിച്ചത്, ഇതെല്ലാം യഥാകാലം വെളിവാകും. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും സ്രഷ്ടാവും സകലത്തിൻ്റെയും നിയന്താവും. പ്രഭാഷകൻ 18:1-7. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. അപ്പോൾ ഇതൊക്കെ യുക്തി കൊണ്ട് മാത്രം ചിന്തിക്കുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ അവൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും അറിയാനും കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ അറിവ്, അത് മാത്രമാണ് അറിവ് എന്ന് ചിന്തിക്കുന്ന ഇന്നത്തെ ബുദ്ധിയുടെ പേരിൽ അല്പനായി തീർന്ന മനുഷ്യൻ ഇത് അംഗീകരിക്കില്ല. എന്നാൽ എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവം ഇച്ഛിക്കുന്നത് കൊണ്ടാണ് എല്ലാം പുലരുന്നത്, അല്ലാതെ നശിച്ചു പോകും. കർത്താവ് മാത്രമാണ് നീതിമാൻ. അവിടുന്നല്ലാതെ നീതിമാനില്ല. അവിടുന്ന് തൻ്റെ കരങ്ങളാൽ ലോകത്തെ നയിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് ലോകത്തെ നയിക്കുന്നത്. എല്ലാ വസ്തുക്കളും അവിടുത്തെ ഇച്ഛയ്ക്ക് വിധേയമാണ്. പ്രപഞ്ചവിധാതാവായതിനാൽ അവിടുന്ന് വിശുദ്ധിയെയും മ്ലേച്ഛതയെയും വേർതിരിക്കുന്നു. അപ്പോൾ ദൈവമാണ് ഏതാണ് വിശുദ്ധം, ഏതാണ് പാപം, ഏതാണ് പരിശുദ്ധം, ഏതാണ് മ്ലേച്ഛം എന്ന് വേർതിരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിളംബരം ചെയ്യാനുള്ള കഴിവോ ശക്തിയോ ഒന്നും ആർക്കുമില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്കു കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്കു കഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളോട് ഒന്നും കൂട്ടാനോ ഒന്നും കുറയ്ക്കാനോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയുമില്ല. മനുഷ്യൻ്റെ അന്വേഷണം അങ്ങേ അറ്റത്തെത്തിയാലും
അവൻ ആരംഭത്തിൽ തന്നെയേ നിൽക്കുകയുള്ളൂ. അവനതെന്നും പ്രഹേളിയായിരിക്കും. അപ്പോൾ സ്വന്തം ബുദ്ധിശക്തിയെ ആശ്രയിച്ച്, യുക്തിവിചാരത്തെ ഭൗതികമായ അറിവിൽ ആശ്രയിച്ച് അഹങ്കരിച്ചുകൊണ്ട് മനുഷ്യൻ ഒരുപക്ഷെ കരുതുന്നുണ്ടാകാം, അവൻ അന്വേഷിച്ചാൽ ഉത്തരം കിട്ടും, അവൻ അന്വേഷിച്ചാൽ എല്ലാത്തിൻ്റെയും പൊരുൾ ലഭിക്കും, അവൻ അന്വേഷിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു, ദൈവത്തെയോ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് മനുഷ്യൻ എത്ര അന്വേഷിച്ച് അങ്ങേയറ്റത്തെത്തിയെന്ന് മനുഷ്യൻ കരുതിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയുള്ളൂ. അവൻ അതെന്നും പ്രഹേളികയായിരിക്കും. അപ്പോൾ മാനുഷികമായി ദൈവത്തെയോ ദൈവത്തിൻ്റെ പ്രവൃത്തികളോ നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടുന്നാണ് എല്ലാം നയിക്കുന്നവൻ. അതുകൊണ്ടാണ് അവിടുന്ന് എല്ലാം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത്. അതാണ് അവിടുത്തെ പ്രവചനങ്ങൾ. എഫെസോസ് 1:4-5 തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തമാശയ്ക്കല്ല, നേരം പോക്കിനല്ല, അല്ലെങ്കിൽ മനുഷ്യൻ വേദനിക്കേണ്ട സന്തോഷിക്കാനല്ല, അല്ലെ അങ്ങനെ എന്തെങ്കിലും ബാലിശമായ കാര്യങ്ങൾക്കല്ല. അവിടുന്ന് നല്ലവനാണ്, നീതിമാനാണ്, സർവജ്ഞാനിയാണ്, സ്നേഹസമ്പന്നനാണ്, അവിടുന്ന് പരിശുദ്ധനും പരിപൂർണനുമാണ്. അതുകൊണ്ട് ദൈവം വ്യക്തമായ നല്ല സ്നേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന നല്ല ഉദ്ദേശത്തോടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യരിൽ നിന്നൊരു തെരഞ്ഞെടുപ്പ് നടത്തുന്നു. അതെന്താണ് ഉദ്ദേശം? അവിടുത്തെ മുൻപിൽ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായി അനന്തകാലം ദൈവത്തിൻ്റെ ശക്തിയും മഹത്വമുള്ളവരായി, ദൈവിക ശരീരമുള്ളവരായി, വ്യക്തികളായി ദൈവ തിരുമുൻപിൽ എന്നേക്കും ജീവിക്കാൻ. അല്ലാതെ ഈ ഭൂമിയിൽ കുറച്ചുനാൾ ജീവിച്ച് മരിച്ച് നശിച്ച് ഇല്ലാതായി പോകാൻ വേണ്ടിയിട്ടല്ല. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അപ്പോൾ ഈ മനുഷ്യരെയോ പ്രപഞ്ചത്തെയോ എന്തിനെയെങ്കിലുമോ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവപിതാവിൻ്റെ ഉള്ളിലൊരു ഹിതമുണ്ടായിരുന്നു, അവിടത്തേക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യമനുസരിച്ചാണ് സൃഷ്ടി നടത്തുന്നതും മനുഷ്യമക്കളെ സൃഷ്ടിക്കുന്നതും മക്കളെ തെരഞ്ഞെടുക്കുന്നതുമല്ല. അപ്പോൾ യാദൃശ്ചയായി ഒന്നും ദൈവം അനുവദിക്കുന്നില്ല. എല്ലാം അവിടുന്ന് മുൻകൂട്ടി തീരുമാനിച്ച അവിടുത്തെ പരിശുദ്ധമായ സർവജ്ഞാനത്തിൽ നിന്ന് വരുന്ന ഹിതവും ലക്ഷ്യവും അനുസരിച്ചാണ് എല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം അവിടുന്ന് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത്. അവയാണ് ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് മക്കളെക്കുറിച്ച്. അത് ഈ ലോകത്തിൽ മാനുഷികമായ മനുഷ്യൻ കാണുന്നതല്ല. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മനുഷ്യൻ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, കുഞ്ഞെ നിന്റെ ചൊറി മാറാൻ പദ്ധതിയുണ്ട്, നിന്റെ വീടിന് മക്കള് വിദേശ ജോലിക്ക് പോകുന്നൊരു പദ്ധതി കർത്താവിൻ്റെ മനസ്സിലുണ്ട്, നിന്റെ കടമെല്ലാം വീടുന്ന പദ്ധതി തമ്പുരാൻ്റെ മനസ്സിലുണ്ട്, നിന്റെ മകൾക്ക് നല്ലൊരു വിവാഹം നടക്കുന്നൊരു പദ്ധതി തമ്പുരാൻ്റെ മനസ്സിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് വചനത്തെ വളച്ചൊടിച്ച് വിറ്റ് കാശാക്കി ജീവിക്കുന്ന ആളുകൾ പറയുന്നതൊന്നുമല്ല ദൈവത്തിൻ്റെ പദ്ധതി. ഈ പദ്ധതി എന്ത് എന്ന് വെളിപ്പെട്ടത് പോലും അന്ത്യകാലത്താണ്. ഈ കാലഘട്ടത്തിൽ ദൈവമയച്ച സദ്വാർത്താ ദൂതനിലൂടെ ദൈവം പുസ്തകത്തിൽ നേരത്തെ എഴുതി വച്ചിരുന്ന ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്നത് ഈ അന്ത്യകാലത്താണ്. അപ്പോൾ ഈ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, ഈ എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അപ്പനേക്കാളും അമ്മയെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും സുഹൃത്തുക്കളെക്കാളും സഹോദരങ്ങളെക്കാളും എല്ലാറ്റിനേക്കാളും സമ്പത്തിനേക്കാളും വീടിനേക്കാളും ജോലിയേക്കാളും പേരിനെയും പ്രശസ്തിയേക്കാളും മഹത്വത്തെക്കാളും എല്ലാം അധികം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് ഈ എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പരിണമിപ്പിക്കുന്നവരായതുകൊണ്ടാണ് ദൈവപിതാവെല്ലാം മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നത്. അവിടുത്തെ പ്രവചനങ്ങൾ ഈ മക്കളുടെ ഈ നന്മയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത്. ജെറമ്യാ 29:11 കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതിയാണ്. ഈ പദ്ധതി അന്ത്യകാലത്താണ് ദൈവത്തിൻ്റെ സദ്വാർത്തയുമായി വന്ന സദ്വാർത്താ ദൂതൻ യെശയ്യാ പ്രവാചകൻ വഴി ഈ അന്ത്യകാലത്ത് വെളിപ്പെടുത്തപ്പെട്ടത്. അത് നിങ്ങളുടെ നാശത്തിനല്ല,
ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ ഈ പദ്ധതി അനുസരിച്ച് എല്ലാം ക്രമീകരിക്കുന്നവനായതുകൊണ്ടാണ് അവിടുന്ന് എല്ലാം മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നത്. യെശയ്യാ 48:17 നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. അപ്പോൾ ദൈവമായ കർത്താവാണ്, അത്യുന്നതനായ പിതാവാണ് നമുക്ക് യഥാർത്ഥത്തിൽ നന്മയായത് എന്താണെന്ന് പഠിപ്പിക്കുന്നത്. അതിനാണ് അവിടുന്ന് പ്രവചനങ്ങൾ നൽകിയിരിക്കുന്നത്. ദൈവമായ കർത്താവാണ് നാം പോകേണ്ട വഴിയെ നമ്മെ നയിക്കുന്നവൻ. അപ്പോൾ നമുക്ക് പോകേണ്ട വഴി എന്നൊന്ന് പറഞ്ഞു തരണം. ആ വഴിയോട് നമ്മെ നയിക്കണം. ഈ പ്രവൃത്തികളെല്ലാം പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് പ്രവചനങ്ങൾ നൽകിയിരിക്കുന്നത്. ഹെബ്രായർ 12:9-10 ഇതിനും പുറമെ നമ്മെ തിരുത്തുന്നതിന്, ദൈവമക്കളെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു. നമ്മെ ഓരോരുത്തരെയും ദൈവമേൽപ്പിച്ച നമ്മുടെ ഭൗമിക പിതാക്കന്മാർ, പിന്നെ പിതാക്കന്മാരായി വേഷം കെട്ടി ദൈവം അനുവദിക്കാതെ സ്വയം പിതാക്കന്മാരായി വേഷം കെട്ടിയവരും മറ്റുള്ളവരെ കൊണ്ട് വെളിപ്പിച്ചവരുമായ അനേകരും. നമ്മെ തിരുത്തുന്നതിന് നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കേണ്ടതല്ലേ? അപ്പോൾ സ്വർഗസ്ഥനായ പിതാവാണ് നമ്മുടെ യഥാർത്ഥ പിതാവ്, ആത്മാക്കളുടെ പിതാവ്. അപ്പോൾ ആ പിതാവിന് വിധേയരായി അവിടുത്തെ വാക്കുകളും പ്രവചനങ്ങളും അനുസരിച്ച്, അവിടുത്തെ വാക്കുകൾ ചൂണ്ടിക്കാണിച്ചിരുന്ന ദിശയിലൂടെ, അവിടുത്തെ പ്രവചനങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ച് കാണിക്കുന്ന നന്മയ്ക്ക് വേണ്ടി ജീവിക്കാൻ തക്കവിധം ആ പിതാവിനെ അനുസരിക്കണ്ടേ? ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു കാലം നമ്മെ പരിശീലിപ്പിച്ചു, അല്പകാലം നമ്മെ പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും. അത് ഈ ലോകത്തിൽ മനുഷ്യൻ കാണുന്ന നന്മയല്ല. മക്കളെ ദൈവം സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ, മക്കൾക്ക് ജന്മം നൽകുന്നതിന് മുൻപ് തന്നെ മക്കൾക്കുണ്ടായിരിക്കണമെന്ന് സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ ഹൃദയത്തിൽ സ്വപ്നം കണ്ട നിത്യമായ നന്മ, ആ നന്മയ്ക്കും അവിടുത്തെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ നന്മ നമുക്ക് ലഭിക്കാൻ, നാം ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുകാരാകാൻ ഭൗമിക പിതാക്കന്മാരോ സ്വയം പിതാക്കന്മാർ ചമയുന്നവരോ നമ്മെ പരിശീലിപ്പിച്ചാൽ നാം എത്തില്ല. അതിന് സ്വർഗസ്ഥനായ പിതാവ്, യഥാർത്ഥ പിതാവ്, ആത്മാക്കളുടെ പിതാവ് നമ്മെ പരിശീലിപ്പിക്കണം. ഇതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. അപ്പോൾ ഈ വചനം അനുസരിക്കാൻ കഴിയാത്തത് സ്വയം പിതാക്കന്മാർ ചമയുന്നതും പരസ്പര മഹത്വത്തിന് വേണ്ടി പിതാക്കന്മാരായി മറ്റുള്ളവരെ അവരോധിക്കുന്നവർക്കുമാണ്. അപ്പോൾ ദൈവമാണ് നമ്മെ പരിശീലിപ്പിക്കേണ്ടത്. അവിടുന്ന് ഈ പരിശീലനത്തിൻ്റെ നാളുവഴികളും ദിശയും ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളുമാണ് പ്രവചനങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രഭാഷകൻ 42:15 ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം വചനം വഴിയാണ് നിർവഹിക്കപ്പെടുന്നത്. എന്നാൽ ഈ പറയുന്ന പ്രത്യേകത, ആകാശവും ഭൂമിയും കടന്നു പോയാലും കടന്നു പോകാത്തതാണ് ദൈവത്തിൻ്റെ വാക്കുകളും പ്രവചനങ്ങളും. അതെല്ലാം യഥാസമയം പൂർത്തിയാകുകയും ചെയ്യണം. യേശുക്രിസ്തു വളരെ വ്യക്തമായ ശിഷ്യന്മാർ പറയുന്നുണ്ട്, എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അത് അവനെക്കുറിച്ചുള്ളതായാലും അവൻ്റെ സഹോദരങ്ങളെക്കുറിച്ചുള്ളതായാലും സാത്താനെയും പിശാചുകളെയും കുറിച്ചുള്ളതായാലും ഈ ലോകത്തെക്കുറിച്ചുള്ളതായാലും ഇവിടെ മനുഷ്യൻ ഉയർത്തിയിരിക്കുന്ന സകലതിനെയും കുറിച്ചുള്ളതായാലും എന്തെല്ലാം ദൈവം മുൻകൂട്ടി പറഞ്ഞ് അവിടുത്തെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ടോ, അതെല്ലാം ഈ യഥാകാലം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ലക്ഷ്യങ്ങളോടെയാണ് അവിടുന്ന് ഒരുക്കിയ മാർഗത്തിലൂടെ, അവിടുന്ന് തെരഞ്ഞെടുത്തവരിലൂടെ, അവിടുന്ന് അയച്ചവരിലൂടെ, അവിടുത്തെ മക്കളിലൂടെ, അവിടുത്തെ പ്രിയപുത്രൻ യേശുക്രിസ്തുവിലൂടെയും അവിടുത്തെ പ്രിയപുത്രി ജ്ഞാനത്തിലൂടെയും ഈ പ്രവചനങ്ങളെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു. പ്രഭാഷകൻ 39:1 അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ
താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് വിശ്വാസികളെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിലിരുന്ന് തങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ. എത്ര പേർക്ക് ദൈവത്തിൻ്റെ പ്രവചനങ്ങളിൽ ആത്മാർത്ഥമായി ഔത്സുക്യമുണ്ട്? അപ്പോൾ അങ്ങനെ ഒരു ഔത്സുക്യം ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ അറിയുന്നതിനും അത് പൂർത്തിയാകാനുള്ള തീവ്രമായ ആഗ്രഹമുണ്ടാകുന്നതിലുമൊക്കെ ഉത്സാഹം കാണിക്കണമെങ്കിൽ എന്തു വേണം? ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടാകും. അപ്പോൾ ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും അറിയാനും സ്നേഹിക്കാനും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് വിശ്വാസികളെന്ന് പറയുന്നവർ പോലും ദൈവത്തിൻ്റെ ഒരു പ്രവചനത്തിലും ഒരു ഔത്സുക്യവും കാണിക്കാതെ. 1 തെസ്സലോനിക്ക 2:13 ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം, ദൈവം അയച്ചവരിൽ നിന്ന് നമ്മൾ ശ്രവിക്കുന്ന വചനമാണ് അവിടുത്തെ പ്രവചനങ്ങൾ. മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതിന് ഞങ്ങൾ നിരന്തരം ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെയാണോ സ്വീകരിക്കുന്നത് എന്ന് ഓരോ വിശ്വാസിയും പരിശോധിക്കട്ടെ. അപ്പോൾ ദൈവം അയച്ചവരെ തിരിച്ചറിയണം. അത് മാനുഷികമായ മാനദണ്ഡം വെച്ചല്ല, പ്രത്യേകിച്ച് അധികാരികളുടെ സമ്മതപത്രമല്ല ദൈവം അയച്ചവരെ തിരിച്ചറിയാനുള്ള മാർഗം. അങ്ങനെ ദൈവം അയച്ചവരെ സമീപിച്ചിട്ടുള്ളവർക്കെല്ലാം തെറ്റുപറ്റിയെന്നും വഞ്ചിക്കപ്പെട്ടു എന്നും വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ സാക്ഷ്യപ്പെടുന്നു. എന്നാലും ഇന്നും മനുഷ്യൻ അതേ തെറ്റ് ചെയ്യാൻ വളരെ ശ്രദ്ധയോടെ ശ്രമിക്കുന്നു. അതേ തെറ്റിലേക്ക് വീണ്ടും വീണ്ടും പോയിട്ടും അത് തിരിച്ചറിയുക പോലും ചെയ്യുന്നില്ല. അപ്പോൾ ദൈവം അയച്ചവരെ തിരിച്ചറിയുമ്പോൾ നാം എന്ത് മനസ്സിലാക്കണം? അവർ പറയുന്ന വാക്കുകൾ മനുഷ്യരുടെ വാക്കുകളായിട്ടല്ല, അഥവാ മനുഷ്യൻ്റെ പ്രവചനങ്ങളല്ല, അത് ദൈവത്തിൻ്റെ പ്രവചനങ്ങളായി നാം കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം. അതാണ് ദൈവത്തിൻ്റെ ഹിതം. അപ്പോൾ മാത്രമാണ് അവിടെ നിന്ന് സംപ്രീതനാകുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യരിന്ന് അനേകം പ്രവചനങ്ങളെ നിന്ദിക്കുന്നത്? ഇന്ന് വിശ്വാസികളെന്ന് പറയുന്നവർ പോലും ചെയ്യുന്നൊരു വലിയ തിന്മയാണ് പ്രവചനങ്ങളെ താല്പര്യമില്ലാതെ അവഗണിക്കുക, പ്രവചനങ്ങളെ നിന്ദിക്കുക, പ്രവചനങ്ങളെ നിരാകരിക്കുക, പ്രവചനങ്ങൾ സ്വീകരിക്കുന്നവരെ പരിഹസിക്കുക. ഇതെല്ലാം ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടാണിരിക്കുന്നത്. അതിനവൻ ധാരാളം ന്യായങ്ങൾ കണ്ടെത്തും. അവൻ്റെ യുക്തി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന ഈ ലോകത്തിൽ അവനെ ജഡിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള അവൻ്റെ പ്രയത്നത്തിൽ അവന് കണ്ടെത്താൻ കഴിയുന്ന എല്ലാ ന്യായങ്ങളും നിരത്തിക്കൊണ്ടുവരും. പക്ഷേ ദൈവത്തിന് മുമ്പിൽ ഇതെല്ലാം പ്രവചനങ്ങളെ നിന്ദിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രവചനങ്ങൾ നിന്ദിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഒന്നാമത് നമുക്ക് കാരണം നോക്കിയാൽ കാണാം, അതവൻ ഗ്രഹിച്ചിട്ടില്ല. ഈ വചനങ്ങളൊന്നും, ദൈവത്തിൻ്റെ പ്രവചനങ്ങളൊന്നും ഗ്രഹിച്ചിട്ടില്ല. കുറേ ആളുകളുടെ ധാരണ ഈ വചനങ്ങളെക്കുറിച്ച് റിസർച്ച് നടത്തിയാൽ, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്താൽ ഈ പ്രവചനങ്ങൾ ഗ്രഹിച്ചു എന്നാണ്. ദൈവവചനവും ഗ്രഹിക്കുന്നതും റിസർച്ചും PhDയുമായി ഒരു ബന്ധവുമില്ല. അത് ഈ ലോകത്തിൽ ബന്ധമുണ്ടെന്ന് വേണമെങ്കിൽ വരുത്തി തീർക്കാം, അല്ലെങ്കിൽ അങ്ങനെ കാണപ്പെടാം. പക്ഷെ ദൈവത്തിന് മുമ്പിൽ അങ്ങനെയല്ല. തെളിവിന് വേറെ എങ്ങും പോകണ്ട. 2000 വർഷവും യേശു ക്രിസ്തു പ്രസംഗിച്ചപ്പോൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ PhD ഉണ്ടായിരുന്ന അനേകം പണ്ഡിതർ, പുരോഹിതന്മാർ, ശ്രേഷ്ഠന്മാർ അവിടെ ഉണ്ടായിരുന്നു. ആർക്കും അവൻ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതിന്ന് വിശ്വാസികളും സമ്മതിക്കും. എന്നാൽ ഒരു വിദ്യാഭ്യാസമില്ലാതിരുന്ന പാവപ്പെട്ട ചില മുക്കുവന്മാരും മറ്റു വ്യക്തികളുമാണ് അവൻ പറഞ്ഞത് ഗ്രഹിക്കാൻ സാധിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഇന്ന് മനുഷ്യർ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ നിന്ദിക്കുന്നത്. മത്തായി 13:9 യേശുക്രിസ്തു അവൻ്റെ പ്രസംഗങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിന് മറുപുറം, എൻ്റെ പിതാവ് ചെവി നൽകിയിട്ടില്ലാത്ത ആരും ഗ്രഹിക്കുകയും വേണ്ട. അപ്പോൾ എല്ലാവരും ഗ്രഹിക്കാൻ വേണ്ടി അല്ല യേശു ക്രിസ്തു പ്രസംഗിച്ചത്. എല്ലാവരും ഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ല പ്രവചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്.
അത് ഗ്രഹിക്കാൻ ദൈവം തിരഞ്ഞെടുത്തവരുണ്ട്, നിയോഗം ലഭിച്ചവരുണ്ട്. അവർ ഗ്രഹിച്ചാൽ മതി. അപ്പോൾ ഗ്രഹിക്കാത്തവരെന്ത് ചെയ്യും? സ്വാഭാവികം, അവർ പ്രവചനങ്ങളെ നിന്ദിക്കും. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ 12:37-40. അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുൻപാകെ പ്രവർത്തിച്ചു എങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. അപ്പം അടയാളം കാണാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ വിശ്വസിച്ചില്ല. യേശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതിനാണ് ഇത്. 2000 വർഷം മുമ്പെന്നതിനേക്കാൾ അന്ത്യകാലത്താണ് സാർത്ഥകമായിരിക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? അപ്പോൾ അവൻ്റെ സന്ദേശം പ്രഘോഷിക്കപ്പെടുന്നത് ഇപ്പോൾ അന്ത്യകാലത്താണ്, സദ്വാർത്തയിലൂടെ. അപ്പോൾ ഇപ്പോഴത്തെ കാര്യമാണ് അവൻ പറയുന്നത്, മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവരുടെ വാക്കുകളിലൂടെ സംസാരിച്ച ദൈവത്തിൻ്റെ ഭുജത്തെ, ദൈവത്തിൻ്റെ ആത്മാവിനെ ഈ മനുഷ്യന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. യേശയ്യാ വീണ്ടും പറഞ്ഞിരിക്കുന്നു, അവർ തങ്ങളുടെ കണ്ണുകളും കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ്, മാനസാന്തരപ്പെട്ടു ദൈവത്തിലേക്ക് തിരിഞ്ഞ്, ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ഞാൻ അവരെ രക്ഷിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന്, ചെയ്യാൻ പാടില്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല, അതിന് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ചെവി ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. ഇത് ഓരോ വിശ്വാസിയും ധ്യാനിക്കണം. ഇങ്ങനൊരു അവസ്ഥയിലാണോ വന്നുപെട്ടിരിക്കണേ? അപ്പോൾ ആരെക്കുറിച്ചാണോ ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്, അവർക്കൊരിക്കലും ദൈവത്തിൻ്റെ ഒരു പ്രവചനവും ഗ്രഹിക്കാൻ കഴിയില്ല. അഥവാ ആ പ്രവചനത്തിലൂടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നറിയാനോ ആ പ്രവചനങ്ങളുടെ പൊരുളും ഉദ്ദേശ ലക്ഷ്യങ്ങളും മനസ്സിലാക്കാനോ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് അവർ സ്വാഭാവികമായും നിന്ദിക്കും. യൂദാസ് 1:10. ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത ഈ എല്ലാ കാര്യങ്ങളെയും തങ്ങളുടെ യുക്തി കൊണ്ട്, തങ്ങളുടെ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത എല്ലാറ്റിനെയും ദുഷിക്കുന്നു. അപ്പോൾ അത് ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ചല്ല. ഈ ലോകത്തിലെ അറിവ് ഒരു വ്യക്തിക്ക് ആ അറിവില്ലെങ്കിലും തൻ്റെ ബുദ്ധിശക്തി കൊണ്ടോ തൻ്റെ വിദ്യാഭ്യാസം കൊണ്ടോ ഇന്ന് വരെ താൻ ആർജിച്ചിട്ടില്ലാത്ത ഭൗതികമായ അറിവിനെ ആരും പരിഹസിക്കില്ല. അവരിപ്പോഴും ബഹുമാനത്തോടെ കാണുള്ളൂ. എനിക്ക് ആ അറിവില്ല. ആ അറിവുള്ളവരെ മാനിക്കും, ആ അറിവുള്ളവരുടെ സേവനം തേടും. അപ്പോൾ ഇത് ഭൗതികമായ അറിവിനെ കുറിച്ചല്ല, ആത്മീയമായ ദൈവികമായ അറിവ് തങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ ദൂഷിക്കുന്നു. അപ്പോൾ സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ. അപ്പോൾ യുക്തി കൊണ്ട്, ജഡികമായ കഴിവുകൾ കൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയുന്നതിനെ, സ്വാഭാവിക വാസന കൊണ്ട് അറിയുന്നതിന് വിശേഷ ബുദ്ധി വേണ്ട. അത് ജന്തു സഹജമായ അറിവ് മതി. ഈ ഓരോന്നിലും ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ജ്ഞാനം മതി. എന്നാൽ സ്വർഗീയമായവ, ദൈവത്തിൻ്റെ പ്രവചനങ്ങളുടെ പൊരുൾ ഗ്രഹിക്കാൻ വിശേഷ ബുദ്ധി വേണം. അവർ വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാകുകയും ചെയ്യുന്നു. അതവരെ മലിനരാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട് പ്രവചനങ്ങളെ ഇന്ന് മനുഷ്യൻ നിന്ദിക്കുന്നു. ഇവിടെ ഇനി മറ്റൊരു കാരണം മനുഷ്യൻ്റെ വ്യാഖ്യാനങ്ങളാണ്. 2 പത്രോസ് 1:20-21. ആദ്യം നിങ്ങളിത് മനസ്സിലാക്കുകയും വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളവയല്ല. ഇവിടെ ഒരു ദുരന്തം എന്ന് പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്ന പോലെ നിങ്ങൾ പ്രസംഗിക്കുന്നില്ലെങ്കിൽ അത് വ്യാഖ്യാനമാണ്, ദുർവ്യാഖ്യാനമാണ് എന്ന് എസ്റ്റാബ്ലിഷ്ഡായ ഓരോ സംവിധാനങ്ങളും പറഞ്ഞുകൊണ്ടേ. അപ്പോൾ അവിടെയും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കഴിയുന്നില്ല. 2000 വർഷം മുമ്പ് 1500 വർഷത്തെ പഠനങ്ങളുടെ പുറത്ത് അടയിരുന്ന അന്നത്തെ പണ്ഡിതരുടെയും പുരോഹിതരുടെയും പഠനങ്ങളെ തകിടം മറിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു പ്രസംഗിച്ചത്. അപ്പോൾ ഈ പണ്ഡിതരുടെയും പുരോഹിതരുടെയും പഠനങ്ങളുടെ കീഴിൽ അതുമാത്രം കേട്ട് ശീലിച്ചവർക്ക്, അതുമാത്രമാണ് ശരി എന്ന് കരുതിയിരുന്നവർക്ക് ദൈവപുത്രൻ പഠിപ്പിച്ചതൊന്നും മനസ്സിലായില്ല. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാൻ വന്നതല്ല. അങ്ങനെ ഇപ്പോൾ തോന്നാം, അതിനെ പൂർത്തിയാക്കാൻ വന്നതാണ്. പക്ഷെ എത്ര പേർക്ക് മനസ്സിലായി? എത്ര പണ്ഡിതർക്കും ശ്രേഷ്ഠന്മാർക്കും മനസ്സിലായി? എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലാകാതെ പോയത്? അവരുടെ തന്നെ വ്യാഖ്യാനങ്ങളുടെയും
പാരമ്പര്യങ്ങളുടെയും അടിമത്തത്തിലായതുകൊണ്ട്, അത് മർക്കടമുഷ്ടി പോലെ പിടിച്ചിരുന്നുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കാൻ കഴിയാത്തതും ഹൃദയം കഠിനമായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ ആരും എന്ന് പറഞ്ഞാൽ ആരും, പത്രോസിനോ അപ്പസ്തോലന്മാർക്കോ ആർക്കും വ്യാഖ്യാനിക്കാൻ അധികാരമില്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യരുടെ അധരങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ സംസാരിച്ചത്. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെതാണ്. അത് മനുഷ്യന് വ്യാഖ്യാനിക്കാൻ അവകാശമില്ല, അധികാരമില്ല. ദൈവം ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. എന്നാൽ മനുഷ്യൻ ഇന്നോളം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എന്താണ് വ്യാഖ്യാനിക്കാൻ കാരണം? നമ്മൾ കാണും ദൈവത്തിൻ്റെ ഓരോ പ്രവചനങ്ങളും അത് പൂർത്തിയാകുന്ന സമയമുണ്ട്. ഈ സമയമാകാതെ അത് വെളിപ്പെടുത്തപ്പെടില്ല. അപ്പോൾ ഇത് വെളിപ്പെടുത്തപ്പെടാത്തതുകൊണ്ട് ഇതെന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മനുഷ്യൻ അവൻ്റെ ബുദ്ധിശക്തി കൊണ്ട് കസരത്ത് നടത്തിയാണ് പലപ്പോഴും വ്യാഖ്യാനം ഉണ്ടാക്കുന്നത്. ദൈവം അത് പൂർത്തിയാക്കുന്ന സമയം വരെ, അത് വെളിപ്പെടുത്തി തരുന്ന സമയം വരെ കാത്തിരിക്കാൻ വയ്യാത്തത്. അതൊരു കുറച്ചിലാണ്, അറിയില്ല എന്ന് പറയുന്നത്. അങ്ങനെ എളിമപ്പെടാൻ മനസ്സില്ലാത്തതുകൊണ്ടും കാത്തിരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടും മനുഷ്യനുണ്ടാക്കിയെടുത്താണ് വ്യാഖ്യാനങ്ങൾ. അപ്പോൾ ഈ വ്യാഖ്യാനങ്ങൾ മനുഷ്യൻ്റെ യുക്തി കൊണ്ടും അവൻ്റെ ചിന്താധാരകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനി മറ്റനേകം വചനങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുണ്ടാവും. യുക്തിയോട് നോക്കിയാൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വചനങ്ങൾ. അപ്പോൾ അതിനെ യുക്തിക്ക് യോഗ്യമാക്കിയിരിക്കിയെടുക്കാൻ, ഈ മാറി വരുന്ന മനുഷ്യൻ്റെ മനസ്സിനും തത്വശാസ്ത്രങ്ങൾക്കും സ്വീകാര്യമാക്കിയെടുക്കാൻ മനുഷ്യൻ്റെ മനസ്സ് നടത്തുന്ന ഒരു ബൗദ്ധിക കസർത്താണ് ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം. അതൊരിക്കലും ദൈവവചനത്തിൻ്റെ പൊരുളല്ല, ദൈവത്തിൻ്റെ പ്രവചനങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യമല്ല. അപ്പോൾ ഇങ്ങനെ ഈ വ്യാഖ്യാനങ്ങളിലൂടെ, ഈ വ്യാഖ്യാനങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ ഇന്ന് മനുഷ്യൻ നിന്ദിക്കുന്നു. മത്തായി 15:6-9 ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തിരുന്ന രീതി, നിങ്ങൾ ഓരോ വചനവും മനസ്സിലാക്കിയിരുന്ന രീതി, പൂർവ്വീർ അങ്ങനെയാണ് പഠിപ്പിച്ചത്, അവരിങ്ങനെയാണ് പറഞ്ഞത്, ഇവരിങ്ങനെയാണ് പഠിപ്പിച്ചത് എന്നുള്ള പാരമ്പര്യത്തിലുള്ള മർക്കടമുഷ്ടിയോടെ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നത് ദൈവവചനത്തെ നിരർത്ഥകമാകാൻ കാരണമാണ്. അതാണ് യേശുക്രിസ്തുവിനെ കുറ്റപ്പെടുത്തൽ. നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ വ്യർത്ഥമാക്കിയിരിക്കുന്നു. അത് 2000 വർഷം മുമ്പ് വന്നതിനേക്കാൾ ഈ വചനങ്ങൾ മുഴുവൻ നമ്മുടെ കയ്യിൽ കിട്ടിയത് ഇപ്പോഴാണ്. ഇപ്പോഴത്തെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ. കപടനാട്യക്കാരെ, യേശയ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവർ ഹൃദയമിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ഇങ്ങനെയുള്ളവരുടെ ആരാധന ദൈവസന്നിധിയിൽ ഒരു വിലയുമില്ല, വ്യർത്ഥമാണ്. അതുകൊണ്ട് ഒരു ഫലവും ലഭിക്കുന്നില്ല. അപ്പോൾ വ്യാഖ്യാന ശാസ്ത്രങ്ങളിലൂടെ അതാത് സമയത്തെ തത്വശാസ്ത്രങ്ങൾക്കും ഭൗതിക വിജ്ഞാനത്തിനും യോജിച്ചതാകാൻ വേണ്ടി ദൈവവചനത്തെ വളച്ചൊടിച്ചും മായം ചേർത്തും തങ്ങളുടേതായ രീതികളിലൂടെ കണ്ട് വ്യാഖ്യാനിക്കുന്ന മനുഷ്യൻ്റെ പ്രവണത പ്രവചനം നിന്ദിക്കപ്പെടാനിടയാക്കി. ലൂക്ക 9:26 ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും, ന്യായവിധിക്ക് വരുമ്പോൾ ലജ്ജിക്കും. എന്താണ് അതിൻ്റെ പരിണത ഫലമെന്ന് ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വിശ്വാസിയും തിരിച്ചറിഞ്ഞിട്ടില്ല. യേശുക്രിസ്തു ന്യായവിധിക്ക് വരുമ്പോൾ ലജ്ജിക്കും എന്ന് പറഞ്ഞതിൻ്റെ പരിണത ഫലം എന്താണ്, ദുരന്തം എന്താണ്, അതിന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വായിച്ചു വിടുന്നു. അതുകൊണ്ട് അനേകരുടെ ഒരു സ്വഭാവമാണിത്, ദൈവവചനത്തെക്കുറിച്ച് ലജ്ജിക്കുക. ഇപ്പോൾ ഇവിടെ 2000 വർഷം മുമ്പ് ഭൂമിയിൽ വന്ന ദൈവപുത്രൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് വിശ്വാസികളെന്ന് പറയുന്നവരാരും ലജ്ജിക്കുന്നില്ല. അപ്പോൾ ഈ ലജ്ജിക്കുന്ന അവൻ്റെ രണ്ടാം വരവിനെ കുറിച്ചാണ്. ഇപ്പോൾ ദൈവപുത്രൻ ശരീരം ധരിച്ച് വന്നു എന്ന് പറയുമ്പോൾ ആ ദൈവപുത്രനെ കുറിച്ചാണ് ലജ്ജിക്കുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങളെക്കുറിച്ച് ലജ്ജിക്കുന്നു. എന്താണ് ദൈവവചനത്തിൽ ലജ്ജിക്കാൻ കാരണം? ഒരു പ്രധാന കാരണം നമ്മൾ കണ്ടു. മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പല വചനങ്ങളും.
അവന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ആ വചനങ്ങളെക്കുറിച്ച് അവൻ ലജ്ജിക്കുന്നു. അതിനൊക്കെ ഇടുങ്ങിയ ചിന്താഗതിയെ കാണുന്നു, യാഥാസ്ഥിതിക കാഴ്ചപ്പാടായി കാണുന്നു, പഴയ കാലത്തെ ചിന്താഗതിയെ കാണുന്നു, ബുദ്ധിക്ക് വികാസമില്ലാത്ത കാലത്തെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടായി കാണുന്നു, അറിവ് വളർന്നിട്ടില്ലാത്ത കാലത്തെ മനുഷ്യൻ്റെ ബാലിശമായ കാഴ്ചപ്പാടുകളായി ദൈവത്തിൻ്റെ പ്രവചനത്തെ കാണുന്ന അനേകം ബുദ്ധിജീവികൾ ജീവിക്കുന്ന കാലഘട്ടമാണിത്. അപ്പോൾ അവരെല്ലാം ദൈവത്തിൻ്റെ പ്രവചനത്തെ നിന്ദിക്കുന്നു. കാരണം അവർക്കൊരിക്കലും ദൈവവചനം ഗ്രഹിക്കാനോ സ്വീകരിക്കാനോ കഴിയില്ല. 1 യോഹന്നാൻ 3:1 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താൻ. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അതവിടുത്തെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രവചനങ്ങളെ നിന്ദിക്കാനുള്ള മറ്റൊരു പ്രധാന കാരണം, ഒരു അടിസ്ഥാന കാരണം, ഈ നിന്ദിക്കുന്നവർ യഥാർത്ഥത്തിൽ ദൈവപിതാവിനെ അറിയുന്നില്ല. ഇത് ദൈവവചനമാണ് പറയുന്നത്. ലോകം ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ദൈവത്തെ അറിയാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രവചനത്തെ എങ്ങനെ ബഹുമാനിക്കാൻ കഴിയും? എങ്ങനെ മാനിക്കാൻ കഴിയും? എങ്ങനെ അതിൽ ഔത്സുക്യം കാണിക്കാൻ കഴിയും? മനുഷ്യൻ്റെ വിചാരം ദൈവത്തെ അറിയുന്നതാണ്. എന്നാൽ പലരുടെയും ജീവിതത്തിലെ യാഥാർത്ഥ്യം ഇതാണ്, അവർ ദൈവത്തെപ്പറ്റി കേട്ടിട്ടുണ്ട്, ദൈവമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അത്ര. പിന്നെ ഭൗതികമായ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, സഹനങ്ങളും ഞെരുക്കങ്ങളും വേദനയും വരുമ്പോൾ, തങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നത് കാണുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, അത്ര തന്നെ. ഈ ആവശ്യം കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ തങ്ങളുടെ ജഡിക സുഖങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിക്കും. അപ്പോൾ ദൈവത്തെക്കുറിച്ചൊരു കേട്ടറിവ് മാത്രമുള്ള മനുഷ്യൻ. എന്നാൽ ദൈവം ആരാണോ, ദൈവത്തെക്കുറിച്ച് എന്തൊക്കെയാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് അറിയാനോ, ദൈവത്തെ നേരിട്ട് അനുഭവത്തിലൂടെ അറിയാനോ പരിശ്രമിക്കുന്നവരില്ല, അതിനാഗ്രഹമില്ല. എന്നാൽ വചനത്തിലുടനീളം നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പരിശ്രമം, ഏകാഗ്രമായ പരിശ്രമം എത്ര പേരിലുണ്ട്? അപ്പോൾ ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയാത്തതുകൊണ്ടാണ്, അറിയുന്നു എന്ന് കരുതുന്നുണ്ടാകാം, പക്ഷെ ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ദൈവത്തിൻ്റെ ഹിതവും മനുഷ്യ സൃഷ്ടിക്ക് പുറകിലുള്ള ദൈവത്തിൻ്റെ ഹിതവും ഇന്ന് ദൈവം ഈ പ്രപഞ്ചത്തെ കൊണ്ടുപോകുന്നതിനുള്ള അവിടുത്തെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഒക്കെ മനസ്സിലാകാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ പ്രവചനങ്ങളെ നിന്ദിക്കുന്നു. അപ്പോൾ മനുഷ്യന് ലൗകിക വിജ്ഞാനത്താൽ ദൈവത്തെ അറിയാനും കഴിയില്ല എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ലൗകിക വിജ്ഞാനത്താൽ പ്രവചനങ്ങളെ നോക്കുന്നവൻ ഈ പ്രവചനങ്ങളെ നിന്ദിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇന്ന് അനേകം ആളുകൾ ചെയ്യുന്ന പ്രവൃത്തി. ജെറമിയ 29:11 കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ദൈവപിതാവിൻ്റെ മനസ്സിലുണ്ട്. ഇത് വെളിപ്പെടുത്തപ്പെട്ടോ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഇത് വെളിപ്പെടുത്തപ്പെടുന്ന അന്ത്യകാലത്താണ്. ഇത് വെളിപ്പെടുത്തുന്ന ദൈവിക ശുശ്രൂഷയാണ് സദ്വാർത്ത. അങ്ങനെ ഒരു ശുശ്രൂഷ അന്ത്യകാലത്ത് നൽകപ്പെടുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. അപ്പോൾ ഈ സദ്വാർത്തയുടെ പ്രഘോഷണത്തിലൂടെയാണ് എന്താണ് പിതാവിൻ്റെ മനസ്സിൽ അവിടുത്തെ മക്കളെക്കുറിച്ചുള്ള ആത്യന്തികമായ പദ്ധതി എന്ന് വെളിപ്പെടുത്തപ്പെടുന്നത്. അപ്പോൾ ഈ പദ്ധതി ഗ്രഹിച്ചാലാണ് പ്രവചനങ്ങളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കഴിയുള്ളൂ. അപ്പോൾ ഈ പദ്ധതി ഗ്രഹിക്കാത്തവർ സ്വാഭാവികം ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ നിന്ദിക്കും. അപ്പോൾ ദൈവമക്കളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു പദ്ധതിയുണ്ട്. ഇനിയും മറുപുറമുണ്ട്, ദുഷ്ടരുടെ നാശത്തിനുള്ളൊരു പദ്ധതിയും കർത്താവിൻ്റെ മനസ്സിലുണ്ട്. യെരമ്യാ പ്രവാചന പുസ്തകം 18-ാം അധ്യായം 11-12 വചനങ്ങൾ. അതുകൊണ്ട് യൂദയായിലെ ആളുകളോടും ജെറുസലേം നിവാസികളോടും പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങൾക്കെതിരെ അനർത്ഥം കരുപ്പിടിപ്പിക്കുന്നു. നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി നിനച്ചിരിക്കുന്നു, അവിടുത്തെ മനസ്സിലുണ്ട്. അപ്പോൾ ദൈവത്തെ എതിർക്കുന്ന ദുഷ്ടർക്കെതിരെ, ദൈവത്തിൻ്റെ ശത്രുക്കൾക്കെതിരെ ഒരു പദ്ധതി കർത്താവിൻ്റെ മനസ്സിലുണ്ട്. ഓരോരുത്തരും അവനവൻ്റെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയട്ടെ, നിങ്ങളുടെ വഴികളും പ്രവൃത്തികളും തിരുത്തുവിൻ. തിരുത്തിയില്ലെങ്കിൽ ഈ പദ്ധതിയിൽ പെടുന്ന ചെയ്യും. എന്നാൽ അവർ പറയുന്നു, ഇതെല്ലാം വ്യർത്ഥമാണ്. എന്ത്?
ദൈവത്തെ അനുസരിക്കുന്നതും ദുർമാർഗത്തിന് പിന്തിരിയുന്നതും ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നതുമൊക്കെ വ്യർത്ഥമാണ്. ഞങ്ങൾക്ക് തോന്നുന്നത് ചെയ്യും. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും. ഓരോരുത്തരും അവനവൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിക്കും. അതുകൊണ്ട് കർത്താവ് ഒരു പദ്ധതി അവർക്കെതിരെ നനച്ചിരിക്കുന്നു. അപ്പോൾ ദൈവമക്കളുടെ ശുഭമായ ഭാവിക്കും നിത്യനന്മയ്ക്കും വേണ്ടി ദൈവമൊരുക്കിയിരിക്കുന്ന പദ്ധതി, ദൈവത്തെ എതിർക്കുന്ന, ദൈവത്തിന് ശത്രുക്കളായി സ്വയം മാറിയ ദുഷ്ടർക്കെതിരെ അവിടെ നാശത്തിനായി ഒരുക്കിയ പദ്ധതിയും ഗ്രഹിച്ചാലാണ് പ്രവചനങ്ങളെ കാണേണ്ടതുപോലെ കാണാനും പ്രവചനങ്ങളെ ആദരിക്കാനും സ്നേഹിക്കാനും പ്രവചന പൂർത്തീകരണത്തിനായി കാത്തിരിക്കാനും അധ്വാനിക്കാനും കഴിയുള്ളൂ. അതില്ലാത്തതുകൊണ്ടാണ്, ഇത് സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്, ഈ പദ്ധതികൾ അറിയാത്തത് കൊണ്ടാണ് മനുഷ്യനെന്ന് ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ നിന്ദിക്കുന്നത്. മത്തായി 13:10-14. അപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനോട് ചോദിച്ചു, നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്ന എന്തുകൊണ്ട്? അവൻ മറുപടി പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്, അവർക്കത് ലഭിച്ചിട്ടില്ല. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം ദൈവം കൊടുത്തിട്ടുള്ളവരുണ്ട്, ദൈവം കൊടുത്തിട്ടില്ലാത്തവരുണ്ട്. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും തനിക്കുണ്ടെന്ന് അവൻ കരുതുന്ന പോലും എടുക്കപ്പെടും. ഇതാണ് ദൈവത്തിൻ്റെ നീതി. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്. കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. ഏശയ്യായുടെ പ്രവചനം നമ്മൾ നേരത്തെ കണ്ടു. അന്ത്യകാലത്ത് പൂർത്തിയാകുന്ന പ്രവചനം ഇതാ അവരിൽ പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിട്ടില്ലാത്തവർക്ക് കർത്താവിൻ്റെ ഒരു പ്രവചനവും ഗ്രഹിക്കാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. ദൈവം എന്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവം എന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്യുന്നത്, ഇതെന്താണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, ഇതെന്താണ് ഇങ്ങനെ പ്രവചിച്ചിരിക്കുന്നത്, ഇതൊന്നും ഗ്രഹിക്കാൻ കഴിയില്ല. കാരണം അതിനുള്ള വരം നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ അവർ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ നിന്ദിച്ചുകൊണ്ടേയിരിക്കും. ഈ പ്രവചനങ്ങളെ സ്നേഹിക്കുകയും ഈ പ്രവചനങ്ങളിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവരെയും നിന്ദിച്ചും പീഡിപ്പിച്ചും അവർ ആനന്ദം കണ്ടെത്തും. ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി പ്രവചനം നിന്ദിക്കാൻ മറ്റൊരു കാരണം, ഈ ദൈവീക പ്രവചനങ്ങളെ പ്രവചനങ്ങളായി കാണുന്നില്ല. ആധുനിക ബൈബിൾ പണ്ഡിതന്മാർ അനേകർ ചെയ്യുന്നൊരു ദുരന്തം ഇതാണ്. അവരുടെ വ്യാഖ്യാന ശാസ്ത്രങ്ങളോട്, അവരുടെ പഠനങ്ങളിലൂടെ ഈ പല ദൈവത്തിൻ്റെ പ്രവചനങ്ങളെയും ചരിത്രമാക്കി മാറ്റി. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണത്രേ. അത് അന്നത്തെ കാര്യമാണ്, അത് ആ കാലഘട്ടത്തെ കാര്യമാണ്, അത് അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ തങ്ങളെ റിസർച്ച് വഴി കണ്ടെത്തിയ ഇത്തരം വലിയ കണ്ടുപിടുത്തങ്ങളിലൂടെ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ ചരിത്രമാക്കി മാറ്റി. അവർക്ക് എങ്ങനെ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ ബഹുമാനിക്കാൻ കഴിയും? അതുകൊണ്ട് ഇത് കേട്ട് ശീലിച്ചവരും ഇത്തരം വാദഗതികൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരും ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ നിന്ദിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും 2 പത്രോസ് 3:3-4. ആദ്യം തന്നെ നിങ്ങളിത് മനസ്സിലാക്കണം, അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ടു ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. ആദ്യം തന്നെ നിങ്ങളിത് മനസ്സിലാക്കണം, അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ ഞങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇതൊരു പ്രവചനമാണ്, അവസാന നാളുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യം. പല ആളുകൾ ഈ പ്രവചനങ്ങൾ നിന്ദിക്കുന്ന പലരും അവസാന നാളുകൾ ഉണ്ട് എന്ന കാര്യം പോലും ഇതുവരെ അംഗീകരിക്കില്ല. അതൊക്കെ ബാലിശമായ അന്നത്തെ ആളുകളുടെ വിവരമില്ലാത്ത ഓരോ കാഴ്ചപ്പാടാണെന്ന് പറയുന്ന അനേകം ആളുകൾ ഇന്നുണ്ട്. അപ്പോൾ അവസാന കാലമുണ്ട്. ഈ അവസാന കാലത്ത് അനേകം നിന്ദകരുണ്ടാവും. ഈ നിന്ദകർ എന്തു ചെയ്യും? ദൈവത്തിൻ്റെ പ്രവചനങ്ങളെയും പ്രവചനങ്ങൾ നൽകുന്നവരെയും പരിഹസിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് അവരുടെ പ്രത്യേകത? അവർ അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരാണ് എന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ പ്രവചനങ്ങളെ നിന്ദിക്കുന്നവർ അധമവികാരങ്ങൾക്ക്, മ്ലേച്ഛവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവരെന്ത് പറയും? അവർ പറയും, അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? യേശു ക്രിസ്തു പ്രത്യാഗമനം ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും?
എന്നാൽ പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടരുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്രകാരമുള്ള വികാരങ്ങൾ കടിമപ്പെട്ട് ജീവിക്കുന്നവർ തങ്ങളുടെ യുക്തിചിന്തയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സകല പ്രവചനങ്ങളെയും നിന്ദിക്കും. അപ്പോൾ അതാണ് പ്രവചനങ്ങൾ നിന്ദിക്കാൻ മറ്റൊരു പ്രധാന കാരണം. ഫിലിപ്പി 3:18-20. എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണുനീരോടെ ആവർത്തിക്കുന്നു. അപ്പോൾ അനേകർ വിശ്വാസികളെന്ന് പറയുന്നവർ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായിട്ടാണ് ജീവിക്കുന്നത്. അത് പലരും അറിയുന്നു പോലുമില്ല. നാശമാണ് അവരുടെ അവസാനം. കാരണം രക്ഷയിലേക്ക് നയിക്കുന്നതാണ് കുരിശ് രക്ഷയുടെ അടയാളമായിട്ടിരിക്കുന്നത്. അപ്പോൾ നാശമാണ് ഈ കുരിശിന് ശത്രുക്കളെ അവസാനം. ഉദരമാണ് അവരുടെ ദൈവം. ഉദരത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. അപ്പോൾ ദൈവത്തിന് മുൻപിൽ ലജ്ജാകരമായ പ്രവൃത്തികളിൽ അഭിമാനം കൊള്ളുന്നവരാണിവർ. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ അഭിമാനകരമായ പ്രവൃത്തികളിൽ അവർ ലജ്ജിക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് എങ്ങനെ ദൈവത്തിൻ്റെ പ്രവചനങ്ങളിൽ അഭിമാനിക്കാൻ കഴിയും? അവർ അതിനെ നിന്ദിക്കും. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. അപ്പോൾ പ്രവചനങ്ങളെ നിന്ദിക്കാൻ ഒരു പ്രധാന കാരണം, ഈ ഭൂമിയിൽ പൗരത്വമുള്ള അവർ ഭൗമികമായവയിൽ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. ഭൗമികമായ ഈ ലോക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചിന്തിക്കാനും ഭാവന കാണാനും ആഗ്രഹിക്കാനും സ്വപ്നം കാണാനും വിലമതിക്കാനും ഒക്കെ കഴിയുള്ളൂ. അവർക്ക് എങ്ങനെ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ ആദരിക്കാനും സ്നേഹിക്കാനും അവയുടെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കാനും കഴിയും? അവർ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ നിന്ദിക്കും. ലൂക്ക 24:25-26. അപ്പോൾ അവർ അവരോട് പറഞ്ഞു, യേശുക്രിസ്തു അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അവൾ യേശുക്രിസ്തുവിനെ കുറ്റപ്പെടുത്തല. എന്താ അവിടുന്ന് കുറ്റപ്പെടുത്തിയത്? അവരുടെ വിശ്വാസരാഹിത്യത്തെ. അത് സുവിശേഷങ്ങളുടനീളം നമുക്ക് കാണാം. യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ അതവർക്ക് ദൈവം നൽകിയ വിശ്വാസത്തെ പ്രതിയാണ്. അവനവരെ കുറ്റപ്പെടുത്തിയിട്ടുള്ളൊരു പ്രധാന കാരണം അവരുടെ വിശ്വാസരാഹിത്യമാണ്. അപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത്, അതാണ് പ്രവചനങ്ങൾ. അപ്പോൾ പ്രവചനങ്ങളിൽ വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ ദൈവം വിളിക്കുന്ന പേരാണ് ഭോഷൻ. എന്നാൽ ലോകമോ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവരെയാണ് ഭോഷന്മാരെന്ന് വിളിക്കുന്നത്. വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവർ ഇടുങ്ങിയ ചിന്താഗതിയുള്ളവരായതുകൊണ്ട്, അല്ലെങ്കിൽ ആഴമായ ബൗദ്ധിക അറിവില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ജ്ഞാനം ഭൗതിക ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ഈ പ്രവചനങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നവരെ ഭോഷന്മാരായി ചിത്രീകരിക്കുന്ന ലോകം. പക്ഷെ ദൈവം ആരെയാണ് ഭോഷനെ കാണുന്നത്? ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ വിശ്വസിക്കാൻ കഴിയാത്തവരെ. അപ്പോൾ അത് കാരണം അവരുടെ ഹൃദയം അത്രമാത്രം മന്ദീഭവിച്ചിരിക്കുക. അപ്പോൾ വിശ്വാസരാഹിത്യമാണ് പ്രവചനങ്ങളെ ഇന്ന് അനേകരും നിന്ദിക്കാൻ കാരണം. പേരിൽ വിശ്വാസിയാണ്, വിശ്വാസത്തിൻ്റെ ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങളെയും പ്രവചനങ്ങളെയും വിശ്വസിക്കുന്നില്ല. വിശ്വസിച്ചിരുന്നുവെങ്കിൽ നിന്ദിക്കുമായിരുന്നില്ല. അപ്പോൾ അവിശ്വാസികളാണ് നിന്ദിക്കുന്നവർ. എസെക്കിയേൽ 12:27. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം പറയുന്നു, ഇവൻ്റെ ദർശനങ്ങൾ അടുത്തെങ്ങും സംഭവിക്കാത്തവയും ഇവൻ്റെ പ്രവചനങ്ങൾ വിദൂര ഭാവിയെക്കുറിച്ചുള്ളതുമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ നിന്ദിക്കാൻ അല്ലെങ്കിൽ നിന്ദിക്കപ്പെടാനൊരു പ്രധാന കാരണം ഓരോ പ്രവചനവും ദൈവം നൽകിയിരിക്കുന്നതാണ്. അത് ദൈവത്തിൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് യഥാകാലം പൂർത്തിയാകേണ്ടവയാണ്. അപ്പോൾ എപ്പോഴാണ് ദൈവിക പദ്ധതിയും ഹിതവും പ്രകാരം ഓരോ പ്രവചനങ്ങളും പൂർത്തിയാകുന്നത് എന്ന് ഗ്രഹിക്കാത്തവർ ദൈവം അത് പൂർത്തിയാക്കാൻ നിശ്ചിത സമയത്തിന് മുമ്പ് അത് പൂർത്തിയാകാതെ കാണുമ്പോൾ പ്രവചനങ്ങളെ നിന്ദിക്കും.
അപ്പോൾ ഓരോ പ്രവചനവും പൂർത്തിയാകാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയമേതെന്ന് അവർക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതിനാൽ, ആ സമയമേതെന്ന് പരിശോധിക്കാത്തതിനാൽ അവർ പ്രവചനങ്ങളിൽ നിന്ദിക്കും. കാരണം അവർ നോക്കുമ്പോൾ ഈ പ്രവചനങ്ങളൊന്നും പൂർത്തിയായി കാണുന്നില്ല. നമ്മൾ കർത്താവിൻ്റെ ഗ്രന്ഥം പരിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ ആദ്യം ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകനാണ് മോശ. അപ്പോൾ മോശ പറഞ്ഞിട്ടുള്ള പല പ്രവചനങ്ങളും ഇന്നും പൂർത്തിയാകാത്തവയുണ്ട്. മോശ പറഞ്ഞ ചില പ്രവചനങ്ങൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നവയാണ്. ഇത് മോശ പ്രവചിച്ചിട്ട് ഏകദേശം 3500 വർഷമായി. അപ്പോൾ പ്രവചനങ്ങൾ പൂർത്തിയാകാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയമേത് എന്ന് മനസ്സിലാക്കാത്തവർക്കും അന്വേഷിക്കാത്തവർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ അവർ പ്രവചനങ്ങളെ നിന്ദിക്കും. പ്രത്യേകിച്ച് ഇനിയും പൂർത്തിയായിട്ടില്ലാത്ത, തങ്ങളുടെ യുക്തിക്ക് നിരക്കാത്ത പ്രവചനങ്ങളെ നിന്ദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സമയമറിയാത്തവർ, സമയമറിയണ എന്ത് വേണം? സഭാപ്രസംഗം 8-ാം അധ്യായം 5-ാം വചനം നമ്മളെ പഠിപ്പിക്കുന്നു, ജ്ഞാനി തക്ക സമയവും വഴി പറയും. അപ്പോൾ ജ്ഞാനം ലഭിച്ചാലാണ്, ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ചാലാണ് നമുക്ക് സമയം, ഓരോ പ്രവചനവും പൂർത്തിയാകുന്ന സമയം തിരിച്ചറിയാൻ കഴിയും. യെരമ്യാ 23:16-20 സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, തങ്ങളുടെ പ്രവചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാം, ദൈവജനത്തിന് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാം, ദൈവം ഒരു പ്രവാചകനെ തിരഞ്ഞെടുത്താൽ, ജനത്തിനിടയിലേക്ക് അയച്ചാൽ സാധാരണ അനേകം വ്യാജന്മാരെ അയക്കും. ഇതെങ്ങനെ തിരിച്ചറിയുമെന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇന്ന് അനേകരത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ദൈവം അയക്കാത്തവരാണ് വ്യാജ പ്രവാചകന്മാർ. അവരുടെ വാക്കുകൾ കർത്താവിൻ്റെ നാവിൽ നിന്നുള്ളതല്ല. എന്നാൽ യഥാർത്ഥ പ്രവാചകൻ്റെ നാവിൽ ദൈവം ദൈവത്തിൻ്റെ വചനങ്ങൾ നിക്ഷേപിക്കും. അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ വ്യാജ പ്രവാചകന്മാരുടെ വാക്കുകൾ അവരുടെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ്. കർത്താവിൻ്റെ വാക്കിനെ പുച്ഛിച്ചു തള്ളുന്നവരോട് നിങ്ങൾക്കെല്ലാം നന്മയായിരിക്കും എന്നവർ നിരന്തരം പറയുന്നു. ഇതാണ് അവർ തിരിച്ചറിയാനുള്ള വലിയ അടയാളം. ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചില്ലെങ്കിലും, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചാലും, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തള്ളിക്കളഞ്ഞാലും നിങ്ങൾക്കൊരു കുഴപ്പവും വരില്ല എന്ന് പറയുന്നവരെ ശ്രദ്ധിച്ചോളൂ. അവർ ഈ ഗണത്തിൽപ്പെട്ടവരാണ്. തങ്ങളുടെ തന്നെ മനോഗതങ്ങളെ മർക്കടമുഷ്ടിയോടെ പിന്തുടരുന്നവരോട് നിങ്ങൾക്ക് യാതൊരു തിന്മയും വരില്ല എന്നവർ പറയുന്നു. നോഹയുടെ കാലത്തും ലോത്തിൻ്റെ കാലത്തും ആ സ്ഥലങ്ങളെ ദൈവം നശിപ്പിച്ച തിന്മ പോലും ന്യായീകരിച്ചുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊരു കുഴപ്പവും വരില്ല എന്ന് പറയുന്നവരെ ശ്രദ്ധിച്ചാൽ മതി. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന, ഇവിടെ പറയുന്ന ആരാണെന്ന് വ്യക്തമാവും. ഇവിടെ പറയുന്നത് ആരെക്കുറിച്ചാണ് എന്ന് വ്യക്തമാവും. അവരിൽ ആരാണ് കർത്താവിനെ കാണാനും അവിടുത്തെ വചനം ശ്രവിക്കാനുമായി അവിടുത്തെ സന്നിധിയിൽ നിന്നിട്ടുള്ളത്? ആരും നിന്നിട്ടില്ല. അവിടുത്തെ വചനം കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുള്ള ആരാണ്? ഇതാ കർത്താവിൻ്റെ കൊടുങ്കാറ്റ്. അപ്പോൾ ഇതൊരു പ്രവചനമാണ്. അന്ത്യകാലത്താണ് പ്രതികാരത്തിൻ്റെ കൊടുങ്കാറ്റ് വരുന്നത്. ഉഗ്രമായ ചുഴലിക്കാറ്റായി ക്രോധം പുറപ്പെട്ടിരിക്കുന്നു. കാലത്തിൻ്റെ അവസാനത്തിലാണ് ദൈവത്തിൻ്റെ ക്രോധം ചൊരിയപ്പെടുന്നത്. അപ്പോൾ അന്ത്യകാലത്തെക്കുറിച്ചാണ്, അന്ത്യകാലത്ത് ഈ ഭൂമിയിൽ ആയിരിക്കുന്നവരെ കുറിച്ചാണ് ഇത് പറയുന്നത്. ദുഷ്ടന്മാരുടെ തലയിൽ അത് ആഞ്ഞടിയും. കർത്താവിൻ്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റുന്നത് വരെ അവിടുത്തെ കോപം ശമിക്കുകയില്ല. പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാകുന്നത് വരെ അവിടുത്തെ കോപം ശമിക്കുകയില്ല. സമയമാകുമ്പോൾ നിങ്ങളിത് മനസ്സിലാക്കും. അവളിത് എല്ലാവരും ഗ്രഹിക്കുന്നൊരു സമയമുണ്ട്, ഈ ക്രോധം പൊട്ടിപ്പുറപ്പെടുന്ന സമയം. അപ്പോൾ അനേകം വ്യാജപ്രവാചകന്മാരുടെ വ്യാജോക്തി മൂലം ദൈവത്തിന് വചനം ധിക്കരിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്കൊന്നും കുഴപ്പമുണ്ടാകില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ, മനുഷ്യനെ അവരുടെ തിന്മയിൽ തുടരാൻ അനുമതി കൊടുത്തവരെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യാജപ്രവാചകന്മാരുടെ വ്യാജ വാക്കുമൂലം ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ നിന്ദിക്കപ്പെടും. 1 കൊരിന്തോസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ നിന്ദിക്കാനും
അതിലൊരു താല്പര്യവും കാണിക്കാതിരിക്കാൻ ഒരു പ്രധാന കാരണമാണത്. അനേകർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു പറയുന്നവർ പോലും അങ്ങനെ ചെയ്യുന്നത് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. ശ്രദ്ധിക്കണേ, അവരെ പരിശുദ്ധാത്മാവ് വിളിക്കുക ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാർ. അവർക്കെന്ത് പ്രവചനം? ഇത്തരം കാര്യങ്ങളൊന്നും അവർക്ക് ശ്രദ്ധയില്ല. ഈ ലോകത്തിലെ ജീവിതം ഏറ്റവും സന്തോഷകരമാണ്. ഇവിടെ തടസ്സങ്ങളും പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടിയാൽ മാത്രം മതി. അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ എപ്പോഴും നിന്ദിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ പ്രവചനങ്ങളെ ശ്രദ്ധിച്ചാൽ അവർക്ക് അവരെ തിരുത്തേണ്ടി വരും. അവർ ഈ ലോക ജീവിതത്തിന് വേണ്ടി ജീവിക്കുന്ന രീതി മാറി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യജീവന് വേണ്ടി തങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും പ്രയത്നങ്ങളും എല്ലാം മാറ്റേണ്ടി വരും. അതിന് കഴിയാത്തത് കൊണ്ട് അവർ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ നിന്ദിച്ചുകൊണ്ടേയിരിക്കും. മത്തായി 15:13-14 അവൻ മറുപടി പറഞ്ഞു, എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതെറിയപ്പെടും. അവരെ വിട്ടേക്കൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പോൾ അന്ധരാൽ നയിക്കപ്പെടുന്നവരും ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ നിന്ദിക്കും. അന്ധരും അന്ധരാൽ നയിക്കപ്പെടുന്നവരും. കാണേണ്ടത് കാണാത്തവരാണ് അന്ധർ. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാത്തവർ, തട്ടി വീഴുന്നവർ ആണ് അന്ധർ. അവർ കാണുന്നില്ല. അപ്പോൾ ആത്മീയമായ അന്ധതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, നമുക്കറിയാം. അപ്പോൾ അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. ഏത് കുഴി? 2 പത്രോസ് 2:4 പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല, വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവിടുന്ന് അവരെ നരകത്തിലെ ഇരുൾ കുഴികളിലേക്ക് തള്ളിയിട്ടു. നരകത്തിലെ ഇരുൾ കുഴി. അപ്പോൾ അന്ധൻ അന്ധനെ നയിച്ചാൽ ഈ കുഴിയിൽ വീഴുന്നതിനെ കുറിച്ചാണ് കർത്താവ് പറയും. അപ്പോൾ അന്ധരാൽ നയിക്കപ്പെടുന്നവർ, അങ്ങനെ ഈ കുഴിയിൽ വീഴാനിരിക്കുന്നവർ എങ്ങനെ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ ബഹുമാനിക്കും? അവർക്കെങ്ങനെ ദൈവത്തിൻ്റെ പ്രവചനത്തെ ദൈവത്തിൻ്റെ പ്രവചനമായി സ്വീകരിക്കാൻ കഴിയും? അവർ നിന്ദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ നിന്ദിക്കുന്നവർ എന്ത് സംഭവിക്കും? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:38-41 സഹോദരരെ, നിങ്ങൾ ഇതറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾക്ക് പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവൻ വഴിയത്രേ. മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കാനാവാത്ത കാര്യങ്ങളുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി അവയിൽ നീതീകരണം ലഭിക്കും. അതുകൊണ്ട് പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ ദൈവത്തിൽ നീതീകരണം ലഭിക്കാത്തവർക്ക്, അല്ലെങ്കിൽ പാപത്തിന് ശിക്ഷ തലയിൽ വഹിക്കുന്നവർക്ക് പ്രവചനങ്ങളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വന്നു ഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതിന് വീണ്ടും പരിശുദ്ധാത്മാവ് പറയുക, നിന്ദകരെ കാണുവിൻ, ആശ്ചര്യപ്പെടുവിൻ. ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ നിന്ദിക്കുന്നവർ ഒരിക്കൽ ആശ്ചര്യപ്പെടും. അപ്രത്യക്ഷരാകുവിൻ, അവർ അപ്രത്യക്ഷരാക്കപ്പെടും ഭൂമുഖത്ത് നിന്ന്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്തെന്നാൽ നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി. അപ്പോൾ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഇതാരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രവൃത്തി ദൈവം ചെയ്യുന്ന സമയമുണ്ട്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം വചനം വഴിയാണ് നിർവഹിക്കപ്പെടുന്നത്. ഇതെല്ലാം അവിടുന്ന് പ്രവചിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ പ്രവചനങ്ങളെ നിന്ദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ഇവിടെ പരിശുദ്ധാത്മാവ് പ്രവചിച്ചിരിക്കുന്നത്. യൂദാസ് 1:13-15 അവർക്ക് വേണ്ടി അന്ധകാര ഗർത്തങ്ങൾ, ഇരുൾക്കുഴി എന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ആദത്തിൽ നിന്ന് 7ാം തലമുറക്കാരനായ ഹേനോക്ക് പ്രവചിച്ചത് ഇവരെക്കുറിച്ചാണ്. കണ്ടാലും കർത്താവ് തൻ്റെ വിശുദ്ധരുടെ 10,000-ങ്ങളോടുകൂടെ ആഗതനായിരിക്കുന്നു. എല്ലാവരുടെയും മേൽ വിധി നടത്താനും സകല ദുഷ്ടരെയും അവർ ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെ പേരിലും തനിക്കെതിരായി പറഞ്ഞ എല്ലാ ക്രൂര വാക്കുകളുടെ പേരിലും കുറ്റം വിധിക്കാനും അവിടുന്ന് വന്നു. അപ്പോൾ ദൈവത്തിനെതിരെ, ദൈവപുത്രനെതിരെ, ദൈവപുത്രിക്കെതിരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരെ, ദൈവത്തിൻ്റെ പ്രവചനങ്ങൾക്കെതിരെ
ക്രൂരവാക്കുകൾ, നിന്ദ്യവാക്കുകൾ പറഞ്ഞ സകലരെയും കുറ്റം വിധിക്കാനും ശിക്ഷിക്കാനുമായി ന്യായവിധിക്ക് വരുന്ന വരവിനെക്കുറിച്ചാണ് ആദത്തിൽ 7-ാം തലമുറക്കാരനായ ഹേനോക്ക് പ്രവചിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ നിന്ദിക്കുന്നവർക്ക് വരുന്ന ശിക്ഷയെക്കുറിച്ചാണ് ഈ പ്രവചനം. 1 തെസ്സലോനിക്ക 5:1-4. സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. ഇത് പലരും അറിയുന്നുമില്ല, അറിഞ്ഞായിട്ട് ഭാവിക്കുന്നുമില്ല. എന്താണ് കർത്താവിൻ്റെ ദിനമെന്നും ആരും പരിശോധിക്കാറില്ല. ഈ കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളെ മുഴുവൻ നിന്ദിക്കുന്നവരാണ് അനേകം ആളുകൾ. അതൊക്കെ അന്നത്തെ കാലത്തെ ആളുകളുടെ ചിന്തയാണ്, ധാരണയാണ്, അവരുടെ ഇടുങ്ങിയ കാഴ്ചപ്പാടാണ്, അവരുടെ തോന്നലുകളാണ് എന്നെല്ലാം പറഞ്ഞ് ഈ പ്രവചനങ്ങളെ തള്ളികളെ. അപ്പോൾ കർത്താവിൻ്റെ ദിനം എന്തെന്ന് ഈ പ്രവചനങ്ങൾ പരിശോധിച്ചാൽ കാണാം. കർത്താവിൻ്റെ ദിനം എന്ന് പറയുന്ന സമയത്ത് ദൈവം എന്തൊക്കെ ചെയ്യും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ആ ദിനം കള്ളനെ പോലെ വരും. ആർക്കാണ് നമുക്ക് നോക്കാം. സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഇത് നമ്മൾ കൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾക്ക് യാതൊരു തിന്മയും വരികയില്ല, ദൈവത്തിൻ്റെ വചനം ധിക്കരിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഏത് കൽപ്പന ലംഘിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് യാതൊരു തിന്മയും വരികയില്ല, നിങ്ങൾക്കെല്ലാം ഭദ്രമായിരിക്കും. അതിനോട് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ്. സമാധാനവും ഭദ്രതയുമെന്ന് അവർ. അപ്പോൾ ആരാണ് ഈ അവർ എന്ന് മനസ്സിലായി. പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്ന പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ പതിക്കും. അപ്പോൾ കർത്താവിൻ്റെ ദിനത്തിൽ വരുന്നത് നാശമാണ്. അത് നാശത്തിൻ്റെ ദിനമാണ്. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. എന്നാൽ സഹോദരരെ, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നു. അപ്പോൾ അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് കർത്താവിന് ദിനം കള്ളനെ പോലെ വരും. അതാരാ അന്ധകാരത്തിൽ കഴിയുന്നെന്ന് ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. അത് നാം പഠിക്കണം. മനുഷ്യരാരും തങ്ങൾ അന്ധകാരത്തിലാണ് കഴിയുന്നത് സമ്മതിക്കില്ലല്ലോ. ഞങ്ങൾ പ്രകാശത്തിലാണ്, ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ അറിയുന്നുണ്ട്, ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ ശരിയായ വഴിയിലൂടെയാണ്, ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്നല്ലേ എല്ലാവരും അവകാശപ്പെടുക. അതുകൊണ്ട് ദൈവവചനം പരിശോധിക്കണം. ആരാണ് അന്ധകാരത്തിലായിരിക്കുന്നവർ, ആരാണ് പ്രകാശത്തിലായിരിക്കുന്നവർ? അപ്പോഴേ ഓരോരുത്തർക്കും അവരെക്കുറിച്ച് ശരിയായ വിധി നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ നിന്ദിച്ചുകൊണ്ട് തങ്ങൾക്കെല്ലാം ഭദ്രമായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ പ്രതികാരത്തിൻ്റെ ദിനം കള്ളനെ പോലെ വന്ന് വീഴും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രഭാഷകൻ 36:15-16. അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ, അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ ആദരിക്കുന്നവർ, ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ പൂർത്തിയാകാൻ കാത്തിരിക്കുന്നവർ, ദൈവത്തിൻ്റെ പ്രവചനങ്ങളിൽ ഔത്സുക്യം കാണിക്കുന്നവർ നടത്തുന്നൊരു പ്രാർത്ഥനയാണ്, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ. കാരണം പൂർത്തിയാകാത്ത അനേകം പ്രവചനങ്ങൾ ഇപ്പോഴുമുണ്ട്. അത് പൂർത്തിയാകുന്ന സമയമായി. അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ. അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ. ഈ പ്രവചനങ്ങൾ നൽകിയിരിക്കുന്നത് അവിടുന്ന് അയച്ച സത്യപ്രവാചകന്മാരാണെന്നും ഈ പ്രവാചകന്മാർ സംസാരിച്ചത് അവിടുന്ന് തന്നെ ആണെന്നും തെളിയിക്കണമേ. അപ്പോൾ അത് തെളിയിക്കുന്നത് ദൈവമാണ്. അത് പൂർത്തിയാകുമ്പോഴാണ് അത് തെളിയിക്കപ്പെടുന്നത്. സത്യപ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയിക്കപ്പെടണം. വെളിപാട് 1:3. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയമെടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, അനേകം പൂർത്തിയായിട്ടില്ല. കാരണം ദൈവം ആദിയിൽ വെളിപ്പെടുത്തിയ അവിടുത്തെ ഹിതം പൂർത്തിയായിട്ടില്ല. ദൈവം മനുഷ്യനെ
ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ അവിടുത്തെ ലക്ഷ്യം പൂർത്തിയായിട്ടില്ല. മനുഷ്യ മക്കളെക്കുറിച്ച് ദൈവം സ്വപ്നം കണ്ട അവിടുത്തെ പദ്ധതി പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം പൂർത്തിയാകുന്നൊരു സമയത്താണ് ഈ പ്രവചനങ്ങൾ പൂർത്തിയാകും. അതിനൊരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ ആണ് പൂർത്തിയാകുക. അപ്പോൾ ആ സമയം നാം കണ്ടുപിടിക്കുകയും അറിയുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വെളിപാട് 22:18-19 ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവൻ്റെ മേലയക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവചനങ്ങളോട്, ദൈവത്തിൻ്റെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്. വചനം പറയുന്നു, അങ്ങനെ കൂട്ടിച്ചേർത്താൽ നീ നുണയനാവും. ദൈവം സാധാരണയാണ് നുണയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളോട് കൂട്ടിച്ചേർക്കുന്നത് എപ്പോഴും സാധാരണയായിരിക്കും. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവൻ്റെ വൃക്ഷത്തിലുമുള്ള പങ്ക് ദൈവം എടുത്തു കളയും. അപ്പോൾ കൂട്ടിച്ചേർക്കാനും പാടില്ല, എടുത്തു കളയാനും പാടില്ല ദൈവത്തിൻ്റെ പ്രവചനങ്ങളിൽ നിന്ന്. അങ്ങനെ ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടുകയും ദൈവത്തിൻ്റെ ക്രോധത്തിന് പാത്രമാകുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ നിന്ദിക്കുന്നവർ മാത്രമാണ് ഇപ്രകാരം ചെയ്യുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നാം തിരിച്ചറിയണം, ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ യഥാകാലം പൂർത്തിയാവും. ഇതെല്ലാം പൂർത്തിയാകുന്ന ഒരു സമയമുണ്ട്. ഇത് പൂർത്തിയാകുന്ന സമയം വെളിപ്പെടുത്തുകയും അങ്ങനെ പൂർത്തിയാകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യാൻ ദൈവം അയക്കുന്നവനാണ് സദ്വാർത്ത ദൂതൻ. ദൈവം അയച്ചവനാണ് സദ്വാർത്ത ദൂതൻ. അപ്പോൾ പ്രവചനങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, പ്രവചന പൂർത്തീകരണ സമയത്തെക്കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ, അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാൻ നാം ആഗ്രഹിക്കുമ്പോൾ നാം തിരിച്ചറിയണം, ഇത് നമുക്ക് വെളിപ്പെടുത്തി തരാൻ ദൈവം അന്ത്യകാലത്ത് ഒരുവനെ അയക്കുന്നതിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എഴുതപ്പെട്ട പ്രവചനം ഇപ്പോൾ പൂർത്തിയായി. അവൻ അയക്കപ്പെട്ടു. അവനാണ് സദ്വാർത്ത ദൂതൻ. പ്രഭാഷകൻ 48:24-25. ആത്മാവിൻ്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചു കൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കാലത്തിൻ്റെ സമാപ്തിയിൽ, പ്രവചന പൂർത്തീകരണങ്ങളുടെ വേളയിൽ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് അവൻ വെളിപ്പെടുത്തി. അങ്ങനെ വെളിപ്പെടുത്തി കിട്ടുമ്പോഴാണ് നമുക്ക് പ്രവചന പൂർത്തീകരണത്തെക്കുറിച്ച് അറിവ് ലഭിക്കുക. ദൈവത്തിൽ നിന്നുള്ള അറിവും അറിയിപ്പും ആഹ്വാനവും ലഭിക്കുക. അതുകൊണ്ട് ഈ പ്രവചനങ്ങളുടെ പൊരുളറിയുവാൻ, ഇത് വെളിപ്പെടുത്തി തരാൻ ആരെയാണോ ദൈവം ചുമതലപ്പെടുത്തി അയച്ചത് അവനെ സമീപിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ കാർക്കശ്യത്തോടെ പറയുന്നു, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, മറിച്ച് അവയെ സ്നേഹിക്കുകയും ഈ പ്രവചന പൂർത്തീകരണത്തിനായി കാത്തിരിക്കുകയും ഈ പ്രവചന പൂർത്തീകരണത്തിൻ്റെ സമയം തിരിച്ചറിഞ്ഞ് ആ പ്രവചനങ്ങളിലൂടെ ദൈവം വാഗ്ദാനം ചെയ്യുന്ന രക്ഷ സ്വന്തമാക്കുകയും ചെയ്യേണ്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ. 2 പത്രോസ് 1:16-21. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചുകൊണ്ടല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവചനങ്ങളൊന്നും കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത സാങ്കല്പിക കഥകളല്ല. അങ്ങനെ ആണെന്ന് പറയുന്ന പല ബൈബിൾ വ്യാഖ്യാതാക്കളും ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ അവൻ്റെ ശക്തിപ്രാഭവത്തിൻ്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ്. അപ്പോൾ ദൈവപുത്രൻ്റെ ശക്തിപ്രാഭവത്തിൻ്റെ, അവൻ്റെ പ്രത്യാഗമനത്തിലും വെളിപ്പെടുന്ന അവൻ്റെ ശക്തിയും അതിന് ദൃക്സാക്ഷികളായവർ ഉണ്ട് എന്ന് വ്യക്തമാണ്. അവരാണ് കർത്താവിൻ്റെ വീണ്ടും വരവിൽ അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നു. പിതാവായ ദൈവത്തിൽ നിന്ന്
ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമപ്രാഭവത്തിൽ നിന്ന് അവൻ്റെ അടുത്ത് വരികയും ചെയ്തു. സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു. എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിലുണ്ടായിരുന്നു. ഇങ്ങനെ പ്രവാചക വചനത്തെപ്പറ്റി, പ്രവചനങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം അയച്ചവർ ഈ ഉറപ്പാണ് നമുക്ക് തരുന്നത്. പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നവരെ, അതാരാണെന്ന് മനസ്സിലാക്കണം. ആരെക്കുറിച്ചാണ് പറയുന്നത്? 2000 വർഷം സംഭവിച്ച കാര്യമല്ല. ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ, പ്രവചനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ നാം പ്രവചനങ്ങളെ, ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങളെ ശ്രദ്ധിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും അവയുടെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുകയും വേണം. ആദ്യം തന്നെ നിങ്ങളിത് മനസ്സിലാക്കുവിൻ. വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദന രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. അതുകൊണ്ട് ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ ദൈവപുത്രൻ്റെ പ്രത്യാഗമനത്തിൽ അവിടുന്ന് വാഗ്ദാനം ചെയ്ത രക്ഷതാം സ്വന്തമാക്കുന്നത് വരെ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം പൂർത്തിയായി ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റപ്പെടുന്നത് വരെ ഈ പ്രവചനങ്ങളെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ നാം മുറുകെ പിടിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ ദൈവമക്കളോടും ആഹ്വാനം ചെയ്യുന്നു, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, അവയെ ശ്രദ്ധയോടെ പരിശോധിക്കുക. ഈ പ്രവചന പൂർത്തീകരണത്തിൻ്റെ സമയം തിരിച്ചറിയുവിൻ. ഈ പ്രവചനങ്ങളെക്കുറിച്ച്, അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ദൈവം ഈ അന്ത്യകാലത്ത് അവിടുന്ന് അയച്ച ദൂതനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, പ്രവചനങ്ങളുടെ പൊരുൾ വെളിപ്പെടുത്തി തരുമ്പോൾ, പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നവ കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ ഇന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കാനും അങ്ങനെ ദൈവഹിതം നമ്മിൽ പൂർത്തിയാകുന്നത് സ്വീകരിക്കാനും ദൈവം ഒരുക്കിയിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സ് ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ നിത്യ സൗഭാഗ്യം സ്വന്തമാക്കാനും ഓരോ ദൈവമക്കളും ശ്രദ്ധിക്കുകയും ജാഗരൂകതയോടെ പ്രവർത്തിക്കുകയും ചെയ്യണം. അതിന് ഓരോ ദൈവമക്കളെയും, നിത്യജീവന യോഗം ലഭിച്ച ഓരോ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും അവരുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അതിപരിശുദ്ധമായ നാമത്തിന് എല്ലാ മഹത്വവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.